അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ 3 ലിറ്റർ ഉണ്ടല്ലോ സർവീസിന് കൊണ്ടുപോകണേ. സോ അപ്പോൾ ഇത് ഇവൻ്റെ 5ാമത്തെ സർവീസാണ്. സോ ഓൾമോസ്റ്റ് ഞാനിപ്പോൾ ഒരു 20,000 കിലോമീറ്റർ സംതിങ് എന്തോ ഓടിച്ചിട്ടുണ്ട്. കറക്റ്റ് 20,000 അല്ല, 20,000 എനിക്ക് 20,000 കൊണ്ടുപോകാൻ പറ്റിയില്ല ആക്ച്വലി സർവീസിന്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 20,144 കിലോമീറ്റേഴ്സ് എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് നമ്മൾ സർവീസ് ബുക്ക് ചെയ്തിരിക്കുന്നത്. സോ അങ്ങോട്ടോ നമ്മൾ കഴിഞ്ഞ 2-3 സർവീസായിട്ട് ഇപ്പോൾ കൊച്ചിൻ TVS നിന്നാണ് സർവീസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയി സർവീസ് ചെയ്യാം. ഇപ്പോൾ സമയം രാവിലെ ഒരു 9 മണി ആയിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോയേക്കാം. ഇനി സർവീസ് ലാഗ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പണിയാവും തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ 4 സർവീസ് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സർവീസാണ്. അവരുടെ എസ്റ്റിമേറ്റ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു 15,000 ഇൻക്ലൂഡിങ് ബ്രേക്ക് പാഡ്, 15,000 റുപ്പീസ് എന്തോ ആവുമെന്നാണ്. ചൈനീസ് പ്രോക്കറ്റ് വരികയാണെങ്കിൽ അതൊരു 25 എന്നൊക്കെയുള്ള രീതിയിലാണ് പറഞ്ഞത്. എനിക്കറിയത്തില്ല എത്രയാവും, നമ്മുടെ ബൈക്കിൻ്റെ കേസിൽ എത്രയാവുമെന്ന് എനിക്ക് എക്സാക്ട്ലി അറിയത്തില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ കാക്കനാടാണ്. എൻ്റെ അമ്മ, ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ കാക്കനാടാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനിയിപ്പോൾ അവിടെ ഫുള്ള് ട്രാഫിക് ആയിരിക്കും. അതാണ് മെയിൻ പ്രശ്നം. നമുക്കിതെല്ലാം കഴിഞ്ഞ് നമുക്ക് നേരെ ഇനിയിപ്പോൾ വൈറ്റിൽ ആ സൈഡിൽ ചെന്നാലേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകും. അപ്പോൾ ഗൈസ് നമ്മൾ പൈപ്പ് ലൈനിലെ ട്രാഫിക്കെല്ലാം കഴിഞ്ഞ് ഇറങ്ങി ഇപ്പോൾ വൈറ്റിലെ ട്രാഫിക്കിലോട്ട് കയറിയിട്ടുണ്ട്. സോ ഇപ്പോൾ ഇനി വൈറ്റിലെ ചെന്നിട്ട് കടവന്തർ റൂട്ടിൽ പോകണം. അങ്ങോട്ടാണ് പോകേണ്ടത്. എന്നിട്ട് നമുക്ക് അവിടെയാണ് ആക്ച്വലി ഷോറൂം ഉള്ളത്. സോ അവിടെ കൊണ്ട് വണ്ടി കൊടുത്തിട്ട് റിട്ടേൺ വരാം. അപ്പോൾ നമ്മൾ അഗെയിൻ പിന്നെ ട്രാഫിക്കിൻ്റെ ഉള്ളിൽ വന്നു. ഇവിടെ ഇപ്പോൾ ആക്ച്വലി സിഗ്നലാണ്. സോ സിഗ്നൽ കഴിഞ്ഞാലേ പോകാൻ പറ്റുള്ളൂ. വീണു എന്തൊരു ടൈമിങ്. ഓക്കെ. ആ ചേട്ടാ സ്റ്റാൻഡ് ഇട്ട് വണ്ടി ഓടിക്കുന്നു. ചേട്ടാ സ്റ്റാൻഡ് വെരി ഡേഞ്ചറസ് പരിപാടിയാണ് ഈ സ്റ്റാൻഡ് ഇട്ട് വണ്ടി ഓടിക്കുന്നത്. അറിയാണ്ട് ഓടിക്കുന്നതാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ ലെഫ്റ്റിലോട്ട് എടുക്കുമ്പോഴായിരിക്കും ഈ പണി കിട്ടാൻ പോകുന്നത്, തട്ടി വീഴുന്നത്. അപ്പോൾ ശരിവേ നമ്മൾ TVSൻ്റെ സർവീസ് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആക്ച്വലി TVSൻ്റെ ഷോറൂം പ്ലസ് സർവീസ് സെൻറ്റർ. ഓൾറെഡി നമ്മൾ ഇന്നത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ തവണ ഞാൻ ബുക്ക് ചെയ്ത് ചെല്ലുമ്പോഴും എനിക്ക് എന്തെങ്കിലും പണി കിട്ടാറുണ്ട്. ഈ തവണ ഒരു പണിയും കിട്ടില്ല എന്നുള്ള പ്രതീക്ഷയിൽ നമുക്കങ്ങ് പോവാം. എൻ്റെ അമ്മ, ചേട്ടാ സർവീസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ല ബൈക്കാ. അപ്പോൾ ബൈക്ക് ഉള്ളിലേക്ക് കയറ്റിട്ടുണ്ട്. അവിടെ നിൽക്കാം, ആള് വരട്ടെ. Many hours later. One million zillion jillion dillion cotillion times later. അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നേ നമ്മൾ വണ്ടി എടുക്കാനായിട്ട് പോകണം. ഇത് ആക്ച്വലി ട്യൂസ്ഡേ ആണ് കേട്ടോ. നമ്മൾ വണ്ടി കൊടുത്ത സാറ്റർഡേ ആയിരുന്നു. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4 ദിവസമായി. അപ്പോൾ ഫുള്ള് ആക്ച്വലി മാറി, എന്തൊക്കെയോ ഫോക്കോയിൽ ടാപ്പറ്റ് ചെയ്യണം അങ്ങനെ. സോ അതുകൊണ്ട് വണ്ടി ഫുള്ള് എന്താ പറയുക, മൊത്തം അടിച്ച് മാറ്റേണ്ടി വരും. അപ്പോൾ അതെല്ലാം മാറ്റി അവർ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ബില്ലും കാര്യങ്ങളും എല്ലാം നമുക്ക് അവിടെ പോയിട്ട് നോക്കാം എന്തായാലും. അപ്പോൾ ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം. എൻ്റെ ഫ്രണ്ടുണ്ട് കൂടെ. സോ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഷോറൂമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടേ. അപ്പോൾ അങ്ങോട്ട് കയറാം. ആക്ച്വലി ആ കാണുന്നതാണ് ഷോറൂം. അതിൻ്റെ ബാക്കിൽ തന്നെയാണ് ആക്ച്വലി സർവീസും. സോ അങ്ങോട്ട് കയറാം. ഇനിയിപ്പോൾ ബില്ല് മേടിച്ച് സെറ്റിൽ ചെയ്ത് ഇറങ്ങണം. ഓക്കെ ബ്രോ, സർവീസ് കഴിഞ്ഞെന്ന് പറഞ്ഞായിരുന്നു. 14,000. അപ്പോൾ 14 പോയി ഇട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി വരുന്നുണ്ട്. ഓടിച്ചു നോക്കിട്ടോ.
ഓക്കെ ആണെന്ന് തോന്നുന്നു. ഓക്കെ പോ. അപ്പോൾ നമ്മൾ വൈറ്റിൽ കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് കഴിഞ്ഞ് ബൈക്കെല്ലാം എടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, എന്നാലും ഒന്നുകൂടെ പറയാണ്. സോ എന്തുകൊണ്ടാണ് ഈ 15K സർവീസ് ചാർജ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ആക്ച്വലി ഇതിനകത്ത് കുറേ സാധനങ്ങൾ ജനറൽ സർവീസ്, അതുപോലെ ഓൾറെഡി ഞാൻ ബ്രേക്ക് പാഡ് തീർന്നായിരുന്നു. ഒരു 500 കിലോമീറ്റർ കൂടെ ഓടുമെന്ന് പറഞ്ഞു. ബട്ട് സ്റ്റിൽ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് മാറിക്കോളാൻ പറഞ്ഞു. സോ ബ്രേക്ക് പാഡിന് തന്നെ ഓൾമോസ്റ്റ് ഒരു 3000 അടുപ്പിച്ച് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് വേറെ കുറച്ച് ഫോർക്ക് ഓയിൽ മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ടാപ്പറ്റ് എന്ന് പറഞ്ഞ പരിപാടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അധികം പരിപാടികൾ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് 15K അടുപ്പിച്ചായിട്ടുള്ളത്. ഇത് അപ്പോൾ ആക്ച്വലി ശ്രീകാന്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവിടെ കൊച്ചിൻ TVSലാണ്. സോ ശ്രീകാന്ത് എന്ന് പറഞ്ഞ ആളായിരുന്നു മെക്കാനിക്ക്. ആൾ അടിപൊളിയായിട്ടാണ് ഡീൽ ചെയ്തതും കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൻ്റെ അത് ഞാൻ മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ TVSൻ്റെ സർവീസ് ആക്ച്വലി കുറച്ച് എക്സ്പെൻസീവ് ആണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, വേറുള്ള വണ്ടികളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും എസ്പെഷ്യലി ഈ 310 സീരീസിൻ്റെ സർവീസ് ആൻഡ് പാർട്സ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഞാൻ ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സർവീസ് കഴിഞ്ഞും ഈ വണ്ടി ഇറങ്ങുമ്പോണ്ടല്ലോ പുത്തൻ വണ്ടിയുടെ ഒരു ഫീൽ കിട്ടും. അതായത് ഒരു പുത്തൻ വണ്ടി നിങ്ങൾ ഷോറൂമിൽ നിന്ന് എടുത്ത് ഓടിച്ചുകൊണ്ട് വരുന്ന ഒരു ഫീല് കിട്ടും. ആ ഒരു കാര്യം കൊണ്ടൊക്കെ ആയിരിക്കാം. കാര്യം അപ്പോൾ എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടായിരിക്കാം കുറച്ച് അധികം സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ പിന്നെ വണ്ടി കുറച്ച് അടിപൊളിയായ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ കൊടുത്തപ്പോൾ ഉള്ളതിനേക്കാളും അത്ര സാധനങ്ങൾ മാറി ക്ലീൻ ആക്കിയതുകൊണ്ടായിരിക്കാം ഒരു ഫ്രഷ് ഫീല് കിട്ടുന്നുണ്ട്. അത് എല്ലാ സർവീസ് ചെയ്യുമ്പോഴും എനിക്ക് കിട്ടാറുണ്ട്, ഓൾറെഡി പറഞ്ഞ പോലെ. അപ്പോൾ അതൊക്കെയാണ് സർവീസിൻ്റെ. ഇപ്പം നമ്മൾ നട്ടുവെച്ചൊക്കെയാണ് ഇറങ്ങിയത്. മുതുക്ക് ചൂടും മുടിഞ്ഞ ചൂടാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഇനി ഓഫീസ് കട്ട് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. ഓഫീസ് കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ബ്രേക്കിൻ്റെ ടൈമിൽ ഇറങ്ങിയതാണ്. ഇപ്പോൾ 2:17 ആയിട്ടുണ്ട്. നമുക്ക് നേരെ ഓഫീസിൽ പോയി കയറാം. അപ്പോൾ ഈ വണ്ടി എടുക്കാൻ നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഈ സർവീസ് ഞാൻ ഓൾറെഡി മിക്ക സർവീസ് മേജർ സർവീസിൻ്റെ എല്ലാം ഒരു വ്ളോഗ് പോലെ ഇട്ടിട്ടുണ്ട്. വ്ളോഗ് അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ കാണും. സോ നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ ഈ വണ്ടീനെക്കുറിച്ച് ഒരു റിവ്യൂ കുറച്ച് പേര് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ചെയ്യാം. ഞാനത് ചെയ്യണമെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 20,000 കിലോമീറ്റർ ആയി. നമുക്കൊരു ഓണർഷിപ്പ് റിവ്യൂ എന്തായാലും ചെയ്യാം. അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം എന്തായാലും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ ശരി ഗൈസ്, ഓക്കെ ബൈ.